ഹായ് ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഡൽഹിത്തെ മാർക്കറ്റുകളെ പറ്റി ആലോചിക്കുമ്പോൾ എന്താ ഞങ്ങൾക്ക് മനസ്സിൽ ആദ്യം വരുന്നത്? സരോജിനി. അയ്യോ, അങ്ങനത്തെ കുറേ മാർക്കറ്റുകളല്ലേ, ഭയങ്കര ഒച്ചപ്പാട് ബഹളമൊക്കെ ഉള്ള. ഇതൊന്നും അല്ലാണ്ട് അത്ര ഒച്ചപ്പാടൊന്നും ഇല്ലാത്ത കുറച്ചുകൂടെ ഈസ്തെറ്റിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഉണ്ട്. നമ്മളിന്ന് അവിടേക്കാണ് പോകാൻ പോകുന്നത്. ഊപ്പറാറെ വന്നു, പോയി വരാം, ബൈ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈസ്തെറ്റിക് മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മളൊരു ഈസ്തെറ്റിക് വണ്ടിയിലാണ് പോകുന്നത്. സീറ്റ് കവറൊക്കെ നോക്കിയേക്കാ. വണ്ടിയുടെ സ്ക്രീനിലുണ്ട് ഗെയിം കളിച്ചണ മാതിരി കാറ് പോണു. ബ്ലൂ ഗാങ്. ഓ, ഇവിടെ കുറേ നല്ല നല്ല ലൈറ്റ്സ് ഉണ്ടടാ, പക്ഷെ നോക്കാൻ പോലും പറ്റൂല, അമ്മാതിരി വിലയാണ്. കണ്ണ് മഞ്ഞളിച്ചോ, മഞ്ഞ കളറാണ് ഈ മാർക്കറ്റിൽ. ഓ, ഈ ഡ്രസ്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ വാങ്ങാൻ വെച്ച ഡ്രസ്സ്. സരോജിനിയാണെന്ന് കരുതി കാർ മാർക്കറ്റിൽ ഒന്ന് വില വെച്ചതാണ് 2500. ഇതാണ് നമ്മൾ കാർ മാർക്കറ്റിൽ വരാനുള്ള ഏറ്റവും വലിയൊരു കാരണം. ഭയങ്കര ഈസ്തെറ്റിക് വൈബുള്ള ബുക്ക് സ്റ്റോർ, ഫക്കീർ ചന്ദ് ബുക്ക് സ്റ്റോർ. ഒരുപാട് ഇൻസ്റ്റ പോസ്റ്റുകളിലും ഇതൊക്കെ സ്ഥിരമായിട്ട് വരുന്നതാണ് ഫക്കീർ ചന്ദ് ബുക്ക് സ്റ്റോർ. വളരെ എസ്തെറ്റിക് ആയിട്ടുള്ള ഫക്കീർ ചന്ദ് ബുക്ക് സ്റ്റോർ. Established in 1931. കുട്ടികളുടെ കുറേ ബുക്സ്. ഭയങ്കര ഭംഗിയിലാണ് ഈ ഓരോ സംഗതികളും പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. Such a warm vibe this place. And always what attracts me the most about English text are its covers. See, എന്ത് ഭംഗിയിലാണ് അവർ കവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ബ്യൂട്ടിഫുൾ അല്ല? സോ നമ്മളൊരു സ്ഥലത്തെ ഈസ്തെറ്റിക്കലി പ്ലേസ് ചെയ്യുക എന്നുള്ളതൊരു ആർട്ടാണ്. സോ ദാറ്റ് ആർട്ട് ഈസ് ദിസ്. ഒരു നോർമലായിരുന്നൊരു സ്ഥലത്ത്, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ബുക്ക് സ്റ്റാൾസ് ഉണ്ട്, പക്ഷെ അതിനെ കുറച്ചും കൂടെ ഈസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആക്കുക എന്നുള്ളൊരു ആർട്ടാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. ഇവിടെ ഒരു ഫോട്ടോ, അടുത്തതായിട്ട് വെയിറ്റ് ചെയ്യുന്ന അബ്രി, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ടീം അത് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഒരു ടീം ഇപ്പോൾ കുറേ വെയിറ്റ് ചെയ്തിട്ട് കാണാനായിട്ട് പോയി. ഫക്കീർ ചന്ദ് ബുക്ക് സ്റ്റോർസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1950. സോ നമ്മളെപ്പോഴും ഡൽഹി എന്ന് പറയുമ്പോൾ ഭയങ്കര റഷ്, തിരക്ക്, സൗണ്ട്, ഇതൊക്കെയാണ് മൈൻഡിലേക്ക് വരിക. അതൊന്നൊക്കെ മാറിയിട്ട് കുറച്ചും കൂടെ പീസ്ഫുള്ളായി ഈസ്തെറ്റിക്കായി എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ, ഒക്കെ ഒരു ഓൾഡ് സ്കൂൾ വൈബൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ദിസ് ഫക്കീർ ചന്ദ് ബുക്ക് സ്റ്റോർ ഒരു നല്ല ഓപ്ഷനാണ് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് നിങ്ങൾക്ക് കുറേ പർച്ചേസ് ചെയ്യാനൊന്നും അല്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ടൊക്കെ പോവാന്ന്, എക്സ്പ്ലോർ ചെയ്ത് പോവാന്നാണെങ്കിൽ ഖാൻ മാർക്കറ്റ് ഹാൾ ഈസ് എ ഗുഡ് ഓപ്ഷൻ. പക്ഷേ പർട്ടിക്കുലർലി ദിസ് ഫക്കീർ ചന്ദ് ബുക്ക് സ്റ്റോർ ശരിക്കും ബുക്ക് ലവേഴ്സിനൊക്കെ ഒരു നല്ല നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഖാൻ മാർക്കറ്റിൽ വന്നതിൻ്റെ മെയിൻ റീസൺ ഇതായിരുന്നു. എല്ലാവർക്കും ഇതായിക്കൊള്ളുന്നില്ല, പക്ഷെ നമ്മൾക്ക് പെർട്ടിക്കുലർലി ഇതിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് ഇതായിരുന്നു.
ഇനി നമുക്ക് ബാക്കി റെസ്റ്റ് ഓഫ് ദ ഖാൻ മാർക്കറ്റ് ഓടിക്കണ്ടുവരും. ഈ മാർക്കറ്റ് പറയുമ്പം ഒന്നും കൂടെ എന്താ പറയുക, മെയിനായിട്ട് കുറച്ചും കൂടെ ഫോറിനേഴ്സിനെയും ഇച്ചിരി എന്താ പറയുക ലക്ഷറി ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഇൻറ്റൻഡ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് നോർമൽ റേറ്റിൽ കിട്ടുന്ന ഒരു സാധനത്തിനും ഇവിടെ നല്ല റേറ്റ് ആയിരിക്കും. പ്ലസ് നമുക്ക് ബ്രാൻഡഡ് ഐറ്റംസ് എല്ലാം അവൈലബിളുമാണ്. അപ്പം നമ്മൾക്ക് എന്നും ഒരു ഡെയിലി ഗോ പ്ലേസ് ഒന്നും അല്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഡൽഹിയിലെ എല്ലാ മാർക്കറ്റ്സൊന്നും ഒരു 90% മാർക്കറ്റ്സ് ഒന്നും ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു വൈബാണ് ഖാൻ മാർക്കറ്റിന്. ഇത് നല്ല രസമുണ്ട്. റേറ്റ്സ് ചോദിച്ചു നോക്കാം. भैया कितने का है? 2500. सब 2500 Starting. ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ 2500 രൂപക്കാണ് നമുക്ക് ഡ്രസ്സൊക്കെ കിട്ടുന്നത്. സ്റ്റാർട്ടിങ് പ്രൈസാണത്. ഇതിനേക്കാൾ പ്രൈസ് റേഞ്ച് കൂടുതലായിരിക്കും. भैया कितने का है? ये 2500. 2500 मतलब 2500. ये सब 2500 का. सिंगल ये डबल ड्रेस ये 2500. बाकी ये सिंगल ड्रेस है 2000, 1800, 1500. നമ്മൾ ഡ്രസ്സ് നോക്കാൻ വന്നതാണ്. കാണുമ്പോൾ ഭയങ്കര രസമുള്ള സാധനങ്ങൾ കേട്ടോ. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ വാങ്ങി വെക്കാൻ തോന്നുന്ന പോലത്തെ ഡ്രസ്സുകൾ. നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷെ നല്ല പൈസയുണ്ട്. സാഡ് പാർക്ക്. നമുക്ക് ഭയങ്കര അട്രാക്ഷൻ ഫീൽ ചെയ്യണ കൈൻഡ് ഓഫ് ഷോപ്സുകളൊക്കെയാണ് ഭൂരിപക്ഷവും. പക്ഷേ അറ്റ് ദ സെയിം ടൈം കുറച്ച് എക്സ്പെൻസീവ് ആണ്. भैया कितना भैया? सब 350 का है भैया. നമ്മളെ 350. നമ്മൾ ഇതുവരെ തന്നെ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ഏതാ ഇതിന്? ഇതൊരു നല്ല മാച്ച് 350 കേട്ടോ. ഈസ്തെറ്റിക്കലി ഗൈസ്, നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാണ് ഞാൻ ഈ വീഡിയോയിൽ എത്ര വട്ടം ഈസ്തെറ്റിക് എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യും. നല്ല കഫ്താൻസ് ആണ് കേട്ടോ, നല്ല ഭംഗിയുള്ള മിനിമൽ. നല്ല രസമുണ്ട് കേട്ടോ. ഇതിൽ കൂടെ അങ്ങനെ വെറുതെ നടക്കുക എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് തന്നെ ഭയങ്കര രസമുള്ളൊരു സംഗതിയാണ്. कड़क चाय MR कड़क चाय कितने भैया? 300. सबको 300. सब 300. ഇത് നമുക്ക് വാങ്ങിയാലോ ഇൻഫാസേ? കറക്റ്റാണ്. ജിദ്ദ് വാങ്ങിക്കോ. അല്ലെങ്കിൽ ഇൻഫാസേ ജിദ്ദ് വാങ്ങിക്കോ. ഓരോരുത്തർക്കും ഓരോ സജഷൻ. ഭയ്യ 150 सब कोई भी. നല്ല രസമല്ലേ ഡൽഹി? നമ്മൾ കാണുമ്പോൾ എല്ലാം വാങ്ങാൻ തോന്നും കേട്ടോ. രണ്ടും കവർ കിട്ടുട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇൻഫാസേ ബുള്ളറ്റാണ് ശരിക്കും. ഈ ബോഗൺവില്ലൊക്കെ ഒരു വീക്ക്നെസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ കുറച്ചും കൂടെ മുന്നേ ഉള്ള ടൈമിൽ കൈൻഡ് ഓഫ് ഒരു ഫെബ്രുവരി അല്ലെങ്കിൽ ലാസ്റ്റ് മാർച്ച് ഫസ്റ്റ് വീക്കിലൊക്കെ വന്നാൽ ഇവിടെ ഒന്നുകൂടെ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. ബ്രാൻഡഡ് സാധനങ്ങളുടെ കോർണർ തന്നെയാണ് കേട്ടോ. ഭയങ്കര അട്രാക്റ്റീവ് ഷോപ്സ് ആണ്. ഇതൊക്കെ നോക്ക്. ലൈക്ക് ദിസ് ഇസ് ടൊറാനിയുടെ ഷോറൂമാണ്. ആൻഡ് സീ ദ എലഗൻസ്. ലൈക്ക് നമ്മളെ കല്യാണത്തിന് ഇവിടെ വരെയിരുന്നില്ലേ? നമ്മൾ കുറേ കാലമായി ടുലിപ്സ് തപ്പുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ടുലിപ്സിൻ്റെ ബൾബ് അവൈലബിൾ ആണോ നോക്കിയതാണ്. പക്ഷേ ടൈം കഴിഞ്ഞു. അത് കുറച്ചും കൂടെ ഒരു വിൻഡേഴ്സിൽ, മൈൽഡ് വിൻഡേഴ്സിലൊക്കെയാണ് ഒരു ടുലിപ്പ് സീസൺ. അപ്പം നമുക്ക് ബോഗൺവില്ലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പോയി നോക്കാം. ആന്തൂറിയമുണ്ട്. ആന്തൂറിയം നല്ല രസമുണ്ട്. ഇത് കാണുമ്പോൾ എല്ലാം വാങ്ങാൻ തോന്നി, പക്ഷേ ഭയങ്കര വില.
കാക്ടസ് നോക്കൂ, കുഞ്ഞി കാക്ടസ്. നമുക്കിത് ഇൻഡോറൊക്കെ ആയിട്ട് വളർത്താൻ പറ്റും. എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് ഇൻഫാസ് ഇത് വാങ്ങിത്തരണം എന്നാണ്. പക്ഷെ ഇത് വെക്കാൻ ഞങ്ങളുടെ വീട്ടിൽ സ്ഥലമില്ല. അപ്പം എൻ്റെ ഒരു ആഗ്രഹത്തിൽ ഇൻഫാസ് എനിക്ക് ഇത് വാങ്ങിത്തന്നാൽ ഞാനിതിനെ എൻ്റെ കുട്ടീനെ പോലെ നോക്കിക്കോ. അടുത്ത വീട്ടിൽ നിന്ന് പറിക്കാം. അടുത്ത വീട്ടിൽ നിന്ന് പറക്കും. ഓ അത്രയൊന്നുമില്ല. ദിസ് ഇസ് ഫോർ 2500. അപ്പം ചെറുതിന് ചെറിയ വില ഉണ്ടാവുള്ളൂ. ഇത് നോക്ക്, ദേ ഓൾറെഡി ബഡഡ് ദിസ്, മെയ്ഡ് ദിസ് ലൈക്ക് ബോൺസായി ഒന്നല്ല, പക്ഷെ അതുപോലൊക്കെ വൃത്തിക്ക് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന് 2500 ഉള്ളൂ. അപ്പം ഇതിലും ചെറുതിന് ഇപ്പം നമുക്ക് ഇതിൻ്റെ വില നോക്കിയാൽ ഇപ്പം എത്ര? ഇതിന് വില ഇല്ല ഗൈസ്, ഫ്രീ ആണ് തോന്നുന്നത്. ഇതെല്ലാം 2500. അപ്പം നമുക്ക് ആ കുഞ്ഞത് നോക്കാം, അതിന് ചിലപ്പം വില കുറവാണെങ്കിൽ. അതിന് 450 ഉറുപ്പിക ഉള്ളൂ. അതിൽ നമുക്ക് അവിടെ ചട്ടിയിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്. അത് പോയി നോക്കാം. വെയിലാണ് ഭയങ്കര. 1500. പിന്നെ എത്രയെന്ന് ഞാൻ എങ്ങനെ അറിയാം? ഷോക്ക് അടിക്കും ഇൻഫോസിൽക്ക്. ഇത് മേടിക്ക, അത് മേടിക്ക. 650. നോക്ക്, അത് കാലാകാലം വളരും ഇൻഫോസ്. മേടിക്കണ്ട. അങ്ങനെ നമ്മൾ നഴ്സറിയിൽ വന്നു, നഴ്സറി കണ്ടു. കുട്ടികളൊന്നുമില്ല, കുറേ പ്ലാന്റ്സൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മൾ കഴിക്കൂ. നല്ല വെയിലാണ് ഗൈസ്, ഭയങ്കര വെയിൽ. അപ്പം നമ്മൾ തിരിച്ചു പോവാൻ വിചാരിച്ചു. സോ അത്ര ഉള്ളൂ. ബൈ. ഇപ്പം എല്ലാവരും ഫക്കീർ ചന്ദിൽ വരണം, മാർക്കറ്റ് കാണണം, വൈബ് എക്സ്പ്ലോർ ചെയ്യണം. സാധനം വാങ്ങരുത്. വേണമെങ്കിൽ നഴ്സറിയിലും കൂടെ വരാം. ബോഗൻവില്ല ഉണ്ട്. ഈ വ്ളോഗ് കണ്ടുവരുന്ന ആരെങ്കിലും ബോഗൻവില്ല 600 രൂപയ്ക്ക് അബ്രീതാക്ക് വാങ്ങിക്കൊടുക്കുക. എന്റെ പേര് ഉപയോഗിച്ചാൽ 10% കോഡ് കിട്ടും, അബ്രി 10. ഓക്കെ, അബ്രി 10.